ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേർഡ്സ് പാരഡൈസിലേക്കാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ബേർഡ്സ് മാത്രമല്ല, ഇവിടെ ആനിമൽസും ഉണ്ട്. പിന്നെ സൂയിൽ കാണുന്ന പോലെയല്ല, നമുക്കിവിടെ ആനിമൽസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നൊരു 50 കിലോമീറ്ററിനകത്താണ്. ഇപ്പം ഞങ്ങളുടെ സ്പോട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 40 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. ഇലക്ട്രോണിക് സിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു 28 കിലോമീറ്റേഴ്സിൻ്റെ അകത്തായിട്ടാണ് ഈ സ്പോട്ട് സിറ്റി. ഇപ്പോൾ ഒരു സൂയിലൊക്കെ ചെന്നാൽ നമുക്ക് മൃഗങ്ങളെ ഒന്നും ഇൻട്രാക്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അഡ്വഞ്ചറായിട്ട് സിപ്പ് ലൈനും പിന്നെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഈ എൻട്രി ഫീ കൊടുക്കുന്നിടത്ത് തന്നെയാണ് സിപ്പ് ലൈനിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രിയിൽ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് ഒരു മുകളിലോട്ട് കയറി വരണം. അപ്പം കയറി വന്നിട്ട് നമുക്കിവിടെ ഇരിക്കാനൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഒരു ഇത്തിരി നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. എനിക്ക് തോന്നിയത് ഇതെന്തോ പണ്ട് മലയോ കുന്നോ എന്തോ അങ്ങാണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെയുള്ള പ്ലേസസ് ഒക്കെ. ഇതെന്താ ഓന്താണോ സംതിങ്. ഇവിടെ കുറേ ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാത്ത പലതരം കാണാൻ പറ്റും. ഞാൻ സൂയിലൊന്നും ഇതിനെ അങ്ങനെ കണ്ടിട്ടില്ല, ഇരിക്കുന്നതിനൊന്നും. ഇതിനെ കണ്ടിട്ടില്ല. കാർട്ടൂണിലൊക്കെ കാണുന്ന സാധനം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ അത്യാവശ്യം കുറേ മൃഗങ്ങളെയൊക്കെ കാണാത്ത തരം. സ്റ്റുഡൻസിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ് ഗൈസ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ്. ഇവിടെ നമ്മുടെ ആമകളാണ്. കുറച്ചൊന്നും അല്ല ഗൈസ്, ഒരുപാടുണ്ട്. അതൊരു ജെയിൻ്റ് ആമ തന്നെ. ഓ മൈ ഗോഡ്, ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലുതിനെയൊക്കെ കാണുന്നത്. കൈയിട്ടോ ആണോ? ഇത് കൈയൊക്കെ കടിക്കുന്ന ഒരു തരം ആമയാണ്. ഇതിന്റെ ഡയറ്റ് ഇഷ്യൂ. ഇത് ഡയറ്റ് കാർണിവോർ എന്ന് പറയുമ്പോൾ മാംസങ്ങൾ കഴിക്കുന്നതാണ് അല്ലേ? മനുഷ്യനെ തിന്നുവോ? ഇല്ലല്ലേ. ഇതിന് കുറച്ച് മറ്റേ സാരിയും കെട്ടിയൊക്കെയാണ് ഗൈസ്. ഇതോ ദിസ് ആനിമൽ മെയ്ഡ് ബൈറ്റ് എന്നൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നിന്നാൽ കൊള്ളാം. അറിയാതൊക്കെ കൈ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ വായിലിരിക്കും നമ്മുടെ കൈ. പിന്നെ നമ്മുടെ കഴുത. ഇത്ര അടുത്ത് ഇവിടെ കാണാൻ പറ്റും. സൂയിൽ പോലും നമുക്ക് പോയാൽ ഇതുപോലെ കാണാൻ പറ്റില്ല ഗൈസ്. ബട്ട് ഇവിടെ നമുക്ക് ഇത്ര ക്ലോസപ്പ് ആയിട്ട് കാണാൻ പറ്റും. അറിയില്ല ഗൈസ്, എന്തായാലും കുറേ സാധനങ്ങളുണ്ട്. ദേ നിൽക്കുന്നു
ഒട്ടകപ്പക്ഷി, ഇത് ഒട്ടകപ്പക്ഷി അല്ലേ? അയ്യോ, ട്രിവാൻഡ്രം സൂ ഇപ്പൊ കണ്ടിരുന്നെങ്കിൽ ഇത്ര ക്ലോസപ്പ് ആയിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഒരു കൂട്ടം തന്നെയുണ്ട് ഗൈസ്. അവിടെയും കാണാം നമുക്ക്. അവിടെ കുറെ പേരുണ്ട്, ഇവിടെയും ഉണ്ട്. ഓപ്പൺ ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെയൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ. ആദ്യം കുറച്ച് ഫിയർ ആയെങ്കിലും പിന്നെ എങ്ങനെയൊക്കെയോ ഞാനതിനെ കയ്യിലെടുത്തു. ഇത് കുഞ്ഞ് എലിയാണ് ഗൈസ്. കയ്യിൽ വന്ന ഈ കാണുന്ന പോലെ തന്നെ അടങ്ങിയൊന്നും ഇരിക്കില്ല, ഫുൾ ടൈം അത് ഓട്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഒരു മൃഗങ്ങളൊക്കെ ആയിട്ട് ഇൻട്രാക്ഷനൊക്കെ. അപ്പം അതിൻ്റെതായ ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. നമുക്ക് ട്രിവാൻഡ്രത്തൊന്നും പോയി ഇങ്ങനെ പൂച്ചക്കുട്ടികളെ ഒന്നും കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇവിടെ നാടൻ പൂച്ച വരെ ഉണ്ട്. അതാ കിടക്കുന്ന ഒരാള്. ഇത് നമ്മുടെ എലിക്കുട്ടനാണ്, ബട്ട് ഒരു ഡിഫറെന്റ് കളറാണ്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ബേർഡ്സിനെയൊക്കെ കാണാം, കുറച്ച് പ്രാവിനെയും. എല്ലാത്തിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രിൽ ബാക്ക്, അമേരിക്കൻ കിങ്, എല്ലാം ഉണ്ട്. ഗൈസ്, ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടെ നമുക്ക് കുറെ ആനിമൽസിനെയൊക്കെ ാണ് ഗൈസ്. ഒട്ടകപ്പക്ഷിയുടെ ഉണ്ട്, എമുവിന്റെ ഉണ്ട്, ഗൂസ്, ഐ ഡോണ്ട് നോ, താറാവ് എല്ലാം ഉണ്ട് ഗൈസ്. ചെറുതിൽ തുടങ്ങി വലുതിലേക്കാണ് ഗൈസ് പോകുന്നത്. അറ്റ് ലാസ്റ്റ് ദ ബിഗ്ഗസ്റ്റ് egg. ഗൈസ്, അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, ബേർഡ്സ് പാരഡൈസ്. ബാംഗ്ലൂർ തന്നെയാണ്, ബട്ട് നമ്മുടെ നാട്ടിൽ പോലും സൂയിലും നമുക്ക് ഇത്ര ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇവരെ ഈ മൃഗങ്ങളൊന്നും ഇവിടെ ലോക്ക് ചെയ്തല്ല വെച്ചിരിക്കുന്നത്, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. എല്ലാം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. എങ്കിലും ഓസ്ട്രിച്ച് ഒക്കെ കുറച്ച് സീനാന്ന് തോന്നുന്നു. പിന്നെ ഇത് എമു ഒക്കെ ഉണ്ട്. ഫുള്ളൊരു കാട്ടിൻ്റെ ഉള്ളിലായിട്ടൊരു ഫീലുണ്ട്, വൈൽഡ് ഫീലാണ് മൊത്തത്തിൽ. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഞാനിപ്പോഴാണ് ഇതിനെയും കാണുന്നത്. ഇവിടെ രണ്ടുപേരുണ്ട്.
നെക്സ്റ്റ് നമ്മളൊരു അക്വേറിയം സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ വെറൈറ്റീസ് ഓഫ് ഫിഷസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പല ടൈപ്സിലുള്ള റെപ്റ്റൈൽസും അവിടെ കാണാൻ പറ്റും. ഗൈസ്, ഇതിനൊക്കെ എനിക്ക് പേടിയുള്ള ജീവികളാണ്. ഇതിനെയൊക്കെ നമുക്കിവിടെ കയ്യിലെടുക്കാൻ പറ്റും. മിൽട്ടൺ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്കിതൊക്കെ പേടിയാണ്. കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, പാമ്പിനെയൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഫീല്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് കറങ്ങി നടന്ന് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ നല്ല ടയേർഡാവും. പിന്നെ നല്ല സൺലൈറ്റ് ഉള്ള ഡേ ആണെങ്കിൽ പറയണ്ട. വലിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇരിക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും ജ്യൂസോ ഫുഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാനും കഴിക്കാനൊക്കെ പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും ഉണ്ട്. എൻ്റെ ദൈവമേ, തലയുടെ മണ്ടയ്ക്കും എല്ലാം പക്ഷികളാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് അയ്യോ എടുക്കൂ. ഗൈസ്, ഞാൻ പെട്ടുപോയി. അപ്പൊ ഗൈസ്, കുതിരകളെ കാണാം, പല ടൈപ്പ് പല കളറിലുള്ള. തൊടാനൊന്നും പറ്റും. അല്ലോ, ഇതിന്റെ ഹൈറ്റ് എന്താ ഇത്? മുഖമൊന്നും തരത്തില്ല. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് അതാ ഞാൻ ഇത്ര ഹൈറ്റ് പക്ഷെ ഇതൊരു 1.5 ഹൈറ്റ് ആയി പോയി. അതിനെ തൊടാൻ പറ്റുമോ? ഞാൻ അതിന്റെ കാലിന്റെ അത്രയും പോലും ഇല്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് റെഡി വരും പൊക്കോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവരുടേതായ ഒരു ടീം മെമ്പേഴ്സ് നമ്മളെപ്പോഴും ഗൈഡ് ചെയ്യാൻ കാണും. അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളെ പറ്റി നമുക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലേറെ സ്കൂളുകൾ 1 ഡേ ട്രിപ്പിന് ഇവിടെ വരുന്നുണ്ട്. അവരുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ. സ്റ്റുഡൻസിനായാലും ഫാമിലീസിനാണെങ്കിലും ആരാ അവിടെ വരുന്നത് അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ല, ബട്ട് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഈ പ്ലേസ് ഫുള്ള് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ബേർഡ്സ് ഓഫ് പാരഡൈസ് ദ ഫാം. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. QR സ്കാൻ ചെയ്താൽ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ സിപ്പ് ലൈൻ, അതേപോലെ സൈക്ലിംഗ്, അങ്ങനെ കുറേ അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ
ഇപ്പം ഫുള്ള് കണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിലേറെ സ്കൂളുകൾ ഇവിടെ ട്രിപ്പിന് വരാറുണ്ട്, സ്റ്റുഡൻസിനെയൊക്കെ എല്ലാം കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പം അതിനും പറ്റിയൊരു സ്പോട്ടാണ്. കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ കാട്ടിൽ കയറി വരുന്നതെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.